पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे, घुसपैठियों को बांटेंगे। क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है? ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है। 1 by 1 ആയിട്ട് ഓരോ കമ്മ്യൂണിറ്റികളെയും ടാർഗറ്റ് ചെയ്ത് രാജ്യത്തെ പോളറൈസേഷൻ എന്ന ഒറ്റ അജണ്ട വെച്ച് പോകുന്നു. ഇത് ആർക്ക്? ഹിന്ദു സ്നേഹമാണോ? എന്ത് ഹിന്ദു സ്നേഹമാണിത്? ഈ രാജ്യത്തിലെ ഹിന്ദു മതമൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവ ഭയമുള്ളവരൊന്നും മറ്റുള്ളവർക്കെതിരായി ഇത്ര ഹീനമായിട്ടുള്ള വിദ്വേഷ പ്രസംഗം ഒരു ദൈവവിശ്വാസിയും നടത്തില്ല. ഇത് നടക്കുന്നത് ഈ രാജ്യത്ത് വിദ്വേഷത്തിന്റെ വലിയ വലിയ കമ്പോളങ്ങൾ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ. നമസ്കാരം. 18 വർഷം മുൻപ് മൻമോഹൻ സിംഗ് പറഞ്ഞത് വളച്ചൊടിച്ച് വിദ്വേഷ പ്രസംഗത്തിന് പറ്റിയ വിഭവമായി വിളമ്പിയിരിക്കുകയാണ് മോദി. രാജസ്ഥാനിലെ ബൻസ്വാദയിൽ നടത്തിയ വിഷഭാഷണം തിരിഞ്ഞുകൊത്തും എന്ന് തോന്നിയപ്പോൾ അലിഗഡിൽ അടവുമാറ്റി. അടിതെറ്റുന്നതിന്റെ സൂചനയാണോ ഇതെല്ലാം? വിജയിക്കില്ല എന്ന വിചാരത്താലോ മോദിയുടെ വിദ്വേഷ പൊരിച്ചിൽ? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. മോദിക്ക് ഭീതിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് എം ലിജു, CPM-ൽ നിന്നും ഡോക്ടർ VPP മുസ്തഫ, BJP-യിൽ നിന്ന് PR ശിവശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ MN കാരശ്ശേരി എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ MN കാരശ്ശേരി, താങ്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വിദ്വേഷ പ്രസംഗത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വേണു, എനിക്ക് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് വളരെ നാണക്കേട് തോന്നുന്ന ഒന്നാണ് ഈ പ്രഭാഷണം. കാരണം ശ്രീ നരേന്ദ്രമോദി ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമല്ല, 142 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. വേണുവിൻ്റെയും എൻ്റെയും പ്രധാനമന്ത്രിയാണ്. ഈ പ്രധാനമന്ത്രി ഇങ്ങനെ നിലവാരമില്ലാതെ സംസാരിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് വലിയ അവമാനമാണ്. ഇന്ത്യക്കാർക്കും പുറത്തുള്ളവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചളിപ്പുണ്ട്, അത് ഭയങ്കരമാണ്. എന്താ കാരണം വെച്ചാൽ മൻമോഹൻ സിംഗ് 18 കൊല്ലം മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തെപ്പറ്റി ഒന്ന്, നിർഭാഗ്യവശാൽ എനിക്കത് പറയാൻ വളരെ വിഷമമുണ്ട്, എൻ്റെ പ്രധാനമന്ത്രി നുണ പറഞ്ഞു. 2, അദ്ദേഹം ഒരു സമുദായത്തിനെതിരെ വെറുപ്പുണ്ടാക്കുന്ന മട്ടിൽ സംസാരിച്ചു. അപ്പോൾ എന്താണ് 2024 ഏപ്രിൽ ജൂൺ കാലത്ത് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളൊന്നും പറയാനില്ല, തൻ്റെ രീതിശാസ്ത്രത്തെപ്പറ്റി പറയാനില്ല, 10 കൊല്ലം താൻ ഉണ്ടാക്കിയ രാഷ്ട്രീയ നേട്ടങ്ങളെപ്പറ്റി പറയാനില്ല, നട്ട ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഇവിടുത്തെ 5 കോടി ജനങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല, പഠിച്ചവരും തൊഴിലില്ലാത്തവരുമായി തുടരുന്ന ഇവിടുത്തെ 83% തൊഴിൽ രഹിതരായ യുവാക്കളെപ്പറ്റി അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ഒരു ദിവസം 83 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ പേരാണ് ഇന്ത്യ. ആ രാഷ്ട്രത്തിലെ സ്ത്രീ സുരക്ഷയെപ്പറ്റി അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ഇവിടെ മണിപ്പൂർ കലാപം പോലെ നിർഭാഗ്യവശാൽ സംഭവിക്കുന്ന വർഗീയ കലാപങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് മുസ്ലിങ്ങൾ കുടിയേറ്റക്കാരാണ്, അവർക്ക് ഇവിടുത്തെ സമ്പത്തൊക്കെ കൊടുക്കാം എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു എന്നാണ്. മൻമോഹൻ സിംഗ് തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളാണോ? 10 കൊല്ലം അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രം കാംബ്രിഡ്ജ് പഠിച്ച ആളാണ്, അവിടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രൊഫസറായിരുന്ന ആളാണ്. നമുക്ക് പല വിമർശനങ്ങളുണ്ടാവാം, അനുമോദനങ്ങളുണ്ടാവാം, എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം പറയാത്ത ഒന്ന് പറഞ്ഞു എന്ന് പറയുന്നത് നുണ പറയല്ലേ. അദ്ദേഹം എന്താ പറഞ്ഞത്? അല്പസംഖ്യക് എന്നാണ് പറഞ്ഞത്. അതായത് ന്യൂനപക്ഷം, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, മതന്യൂനപക്ഷങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതായത് ഒരു രാഷ്ട്രത്തിലെ വിഭവത്തിന് അവർക്കും അവകാശമുണ്ട്
എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോഷ്യലിസം എന്നുള്ളത് നമ്മുടെ ഭരണഘടന ഒരു രാഷ്ട്രത്തിൻ്റെ തത്വമായിട്ട് അംഗീകരിച്ചതാണ്. സോഷ്യലിസം എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിലെ വിഭവങ്ങൾക്ക് എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശമുണ്ട് എന്ന അടിസ്ഥാന സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രം സെക്കുലറാണ് എന്നും സോഷ്യലിസ്റ്റാണ് എന്നും നമ്മുടെ ഭരണഘടന പറയുന്നത്. അത് തന്നെയാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. പിന്നെ ഈ സമയത്ത് മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അലിഗഡിലെത്തിയപ്പോൾ അത് തിരുത്തി എന്ന് പറയുന്നു. അദ്ദേഹം അങ്ങനെ സംസാരിച്ചു എന്നുള്ളത് തന്നെ എന്തൊരു നാണക്കേടാണ്. മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സമുദായങ്ങൾ തമ്മിലുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാനുള്ള, അകലം സൃഷ്ടിക്കാനുള്ള, ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള ഒരു വിദ്വേഷ പ്രവർത്തനം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെപ്പറ്റി മൗനം പാലിക്കുന്നു എന്നുള്ളത് ഇതുപോലെ നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്, മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്, ഏത് പാർട്ടിക്കാരനാണ്, ഏത് ജാതിക്കാരനാണ്, ഏത് ഭാഷക്കാരനാണ് എന്ന് നോക്കാതെ അതിൽ വിദ്വേഷ പ്രസംഗത്തിൻ്റെ അംശമുണ്ടോ, നിയമലംഘനമുണ്ടോ, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് നോക്കി അത് പറയേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്ന് മാത്രമല്ല, കാരശ്ശേരി മാഷ്ക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഈ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനം, അതിൽ നമ്മളൊക്കെ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു അഭിപ്രായം. അതായത് വിദ്വേഷ പ്രസംഗത്തിനെതിരെ ശക്തമായ നിലപാട് എടുക്കും എന്ന്. ഇന്നിപ്പോൾ ഇത് എത്രത്തോളം പരാതികൾ അവിടേക്ക് ചെന്നിട്ടും എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. അങ്ങേക്ക് തുടരാം. അതാണ് ഈ മൗനം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ നീതിബോധത്തെയും ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. ജനങ്ങൾക്കിപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിലൊക്കെ പ്രകടമാണ് വേണു. അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾക്ക് പോലും താല്പര്യം കുറഞ്ഞു വരികയാണ്. കാരണം മൂല്യബോധമില്ലാത്ത ഒരു പ്രവർത്തന രീതിയാണ് എല്ലാ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരിലും കാണുന്നത്. സത്യം പറയുക, അതുപോലെ മൂല്യങ്ങൾ പാലിക്കുക, നീതി പുലർത്തുക തുടങ്ങിയുള്ള കാര്യങ്ങളെപ്പറ്റി അല്ല സംസാരം. എന്താണ് സംസാരം? എങ്ങനെ അധികാരം നേടാം, എങ്ങനെ നേടി അധികാരം നിലനിർത്താം, എങ്ങനെ ഒരാളെ ചാക്കിട്ട് പിടിക്കാം. ഇപ്പോൾ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള BJP ആണ് ഇങ്ങനെ പണം കൊടുത്ത ആളുകളെ വിലയ്ക്ക് വാങ്ങുന്നതിന് ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പേരിട്ടത്. താമര എന്നുള്ള ചിഹ്നം ഈ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നതിന് മുമ്പേ ഇന്ത്യൻ പാരമ്പര്യത്തിൽ എത്രയോ വലിയൊരു ചിഹ്നമായിരുന്നു. അതായത് സരസ്വതി, നമ്മുടെ വിദ്യാദേവി താമരയിലാണ് ഇരിക്കുന്നതെന്നാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്. ഞാൻ ചെറിയ ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ഈ താമര എന്നുള്ള ചിഹ്നത്തെ ഇങ്ങനെ അപജയത്തിൽപ്പെടുത്തുക, ഓപ്പറേഷൻ ലോട്ടസ് എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലൊക്കെ നമ്മളത് കണ്ടതാണ്. അതായത് MLA-മാരെ, MP-മാരെ, നേതാക്കന്മാരെ, മുഖ്യമന്ത്രിമാരെ, മുൻ മുഖ്യമന്ത്രിമാരെ ഒക്കെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ജനാധിപത്യം എന്നുള്ളത് ധനാധിപത്യത്തിന് വഴിമാറുന്ന ഒരു ദുരവസ്ഥ. ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധപ്പതിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യം എത്ര ജീർണിച്ചു പോയി എന്ന് കാണിക്കുകയാണ്. തീർച്ചയായിട്ടും മോദിയുടെ ഈ പ്രസ്താവനയെപ്പറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ അഭിപ്രായം പറയണം. അതിപ്പോൾ ശേഷനുള്ളപ്പോൾ നമ്മുടെ ജനാധിപത്യം ശക്തമാണെന്ന് തോന്നിയിരുന്നു. കാരണം ഭരണകക്ഷിയുടേതാണോ പ്രതിപക്ഷത്തിൻ്റേതാണോ അഭിപ്രായം എന്ന് നോക്കാതെ ആരെന്ത് പറഞ്ഞപ്പോഴും നമ്മുടെ NK ശേഷൻ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്, ഒരു കമ്മീഷണർ ഉണ്ട് എന്ന ഒരു അനുഭവം നമുക്ക് തന്നിരുന്നു. ഇപ്പോൾ നിർഭാഗ്യവശാൽ ഗവർണർമാരുടെ ചില നിലപാടുകൾ, ചില കോടതി വിധികൾ, ചില ഹൈക്കോടതി വിധികൾ, ചില സുപ്രീം കോടതി വിധികളൊക്കെ തന്നെ നമുക്ക് നീതിബോധത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണ്. ഇത് ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ രാഷ്ട്രത്തിന് വലിയ മാനക്കേട് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റി എനിക്കൊരു സംശയമില്ല. എനിക്കതിൽ അങ്ങേയറ്റം ഖേദമുണ്ട്. ശരി, ശ്രീ PR ശിവശങ്കർ, ഇപ്പോൾ രാജസ്ഥാനിലെ ബൻസ്വാദയിൽ പറഞ്ഞ കാര്യങ്ങൾ അലിഗഡിൽ പറയാതെ പോകുന്നു. ഏറ്റവും വിവാദമായ ഭാഗമാണ് മോദി ഉപേക്ഷിക്കുന്നത്. അപ്പോൾ സ്വന്തം വാക്കിന് പോലും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരാളാണ് എന്ന് ഇരുട്ട വെളുക്ക തെളിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ എന്തെങ്കിലും മിണ്ടുമോ മിണ്ടില്ലയോ എന്നത് അവിടെ നിൽക്കട്ടെ. നരേന്ദ്രമോദി തന്നെ മിണ്ടാതായിരിക്കുന്നു ഒരു ഭാഗം. അത് വ്യക്തമല്ലേ ഇന്ന്?
എനിക്ക് തോന്നുന്നത് വേണുവിന് ഒരുപക്ഷെ നരേന്ദ്രമോദി പ്രസംഗം മുഴുവൻ കേൾക്കാനുള്ള മാനസികമായ ശക്തിയില്ലാത്തത് കൊണ്ടോ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ കേൾക്കാത്തതും അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് മനസ്സിലാകാത്തതും. അത് ഞാൻ തെറ്റു പറയുന്നില്ല. അത് മുഴുവൻ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്കറിയാം അദ്ദേഹം ഒരു പ്രസംഗങ്ങൾ ടേപ്പ് റെക്കോർഡർ പോലെ അടുത്ത സ്ഥലത്ത് പ്രസംഗിക്കാറില്ല എന്നുള്ളതറിയാം. ടേപ്പ് റെക്കോർഡർ പോലെ നിരന്തരം പ്രസംഗിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രസംഗങ്ങളെയാണ് വേണുവിന് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും വേണുവിന് അത്തരം പ്രസംഗം കേൾക്കാം, കൈയടിക്കാം, അതിനെക്കുറിച്ച് ചർച്ചയിൽ വാതോരാതെ ഉയർത്തി പറയുകയും ചെയ്യാം, ഒരു സംശയവുമില്ല. പിന്നെ പക്ഷേ വേണു തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ഞാൻ വേണുവിനെ മാത്രം എതിർക്കല്ല കേട്ടോ, എത്ര കംപ്ലയിൻറ്റ് പോയി എന്നുള്ള കണക്ക് കൊണ്ടല്ല ആ കംപ്ലയിൻറ്റിനെതിരെ നടപടിയെടുക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് നേരെ ധാരാളം കംപ്ലയിൻറ്റ് പോയി, അതുകൊണ്ട് മൂല്യബോധമുള്ള ഇലക്ഷൻ കമ്മീഷൻ കംപ്ലയിൻറ്റ് എല്ലാം എടുക്കണം എന്നുള്ളതല്ല. ആ കംപ്ലയിൻറ്റിൽ എന്തെങ്കിലും ന്യായമുണ്ടോ, അതിൽ വസ്തുതയുണ്ടോ എന്നല്ലേ പരിശോധിക്കണ്ടേ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാളെ ഒരു ലക്ഷം കംപ്ലയിൻറ്റ് ഞാൻ BJP വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എടുക്കാൻ പറ്റും. ആ കംപ്ലയിൻ്റൊക്കെ നടപടി എടുക്കുമോ? അപ്പോൾ കംപ്ലയിൻറ്റിൻ്റെ എണ്ണമല്ലല്ലോ, അതിൻ്റെ എന്തൊക്കെ വസ്തുതയുണ്ട് എന്നല്ലേ ആലോചിക്കണ്ടേ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആരോപണം ഈ ചാനൽ ചർച്ചയിൽ പറയുന്നത് ശരിയല്ല. ഈ രംഗത്തെ വിദഗ്ധർ ശിവശങ്കർ തുറന്നുള്ളതിന് മുമ്പ് പറയുകയാണ്, ഇതൊക്കെ വായുവിൽ നിന്ന് ശൂന്യാകാശത്തിൽ നിന്ന് വന്ന പരാതികളല്ല, ഈ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ചില വിദഗ്ധർ ഈ രംഗത്തെ നിയമപരിജ്ഞാനമുള്ളവരടക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി അയച്ചിരിക്കുകയാണ്. വ്യക്തികളെന്ന നിലയിൽ അങ്ങേക്കും അറിയാം അത്തരം വാർത്തകളൊക്കെ വന്നിരിക്കുന്നു എന്നത്, ഞാൻ പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. അതിൽ പറയുന്നത് എ വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് സെക്ഷൻ 123(3), പിന്നെ 3 ഉപവകുപ്പ് A 125 ഓഫ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951, പിന്നെ സെക്ഷൻ 153A ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി പോയിരിക്കുന്നത്. അങ്ങേക്ക് തുടരാം. വേണു, ഈ സുപ്രീം കോടതിയിൽ 2 പരാതികൾ വരുമ്പോഴും ഇത്തരത്തിലുള്ള ആരോപണം ഉള്ളപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന പോയിന്റുകൾക്കോ ലോ പോയിന്റുകൾക്കോ എന്തെങ്കിലും കുറവുണ്ടാകാറുണ്ടോ? ഇരുഭാഗങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും ഇത്തരത്തിലുള്ള 2 വക്കീലന്മാരും ചൂണ്ടിക്കാണിക്കും ഇത്തരം തള്ളുകയോ കൊള്ളുകയോ എന്തെങ്കിലും വേണ്ടേ? ഇത് അക്ഷരം ഉണ്ടെന്നില്ല ഈ സംവിധാനം. അതിനുപോലും തള്ളാനോ കൊള്ളാനോ വർത്താനം പറയാൻ യോഗ്യത വേണ്ടേ? അങ്ങനെയെങ്കിൽ ഒരു പിടി കാര്യങ്ങളുണ്ട്. അത് BJPക്ക് മാത്രമായി വരുമ്പോഴാണ്, BJPക്കെതിരെ മാത്രം വരുമ്പോഴാണ് തള്ളുകയോ കൊള്ളുകയോ ഒന്നും വേണ്ടാത്ത അത്രയും നിസ്സാരമായി ഇതെല്ലാം മാറുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് യോഗി ആദിത്യനാഥ് അരുൺ കോവിലിനെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടിയിൽ മീററ്റിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഈ രാമന് വോട്ട് കൊടുക്കണം. ഇതിലൊരു എന്താ പറയേണ്ടത്, ഒരു പ്രത്യേകതയുമില്ലേ ഈ പറയുന്ന പ്രതികരണത്തിന്? അതുപോലെ തന്നെ രാമൻ്റെ പടം ഉയർത്തിക്കാട്ടിക്കൊണ്ട് റോഡ് ഷോ നടത്തുകയാണ് അമിത്ഷാ, ഒരു കുഴപ്പവുമില്ല എന്നാണോ? അപ്പോൾ ഇതൊക്കെ പരാതിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ഇത് പരാതിയായിട്ട് പോലും പരിഗണിക്കേണ്ടതല്ലാത്ത നിസ്സാരമായി തോന്നുകയാണ് ഈ ഇലക്ഷൻ കമ്മീഷന് എങ്കിൽ, ആ ഇലക്ഷൻ കമ്മീഷനെ നിസ്സാരമായി കാണുക ആണ്, അത്തരം വിമർശനങ്ങൾ ഉയരുകയാണ്. അത് യാദൃച്ഛികമല്ല. അല്ല വേണു, ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വർഗീയ പരാമർശം വെച്ചുകൊണ്ട് സുപ്രീം കോടതി വരെ പോയ ഒരു പരാതി നമുക്കറിയാം, സ്വരാജിൻ്റെ കേസ് കേട്ടി. അപ്പോൾ അത്തരം പരാതികൾ ഉന്നയിക്കുമ്പോൾ അത് രാമൻ്റെ പേര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജോസഫിൻ്റെയും മറ്റുള്ള ഒരു പേരും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എനിക്ക് വരെ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പറ്റില്ല. ശിവശങ്കർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തെരഞ്ഞെടുപ്പിൽ ശിവനെ യോജിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊക്കെ വെറും ബാലിശമായ കാര്യങ്ങളാണ്. അത്തരം ആരോപണങ്ങളൊന്നും നിലനിൽക്കില്ല. അതെല്ലാം ഇലക്ഷൻ കമ്മീഷനും കോടതികളും കാലാകാലങ്ങളിൽ പല രീതിയിൽ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത കാര്യം, ഞാൻ കാരശ്ശേരി എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഉദ്ധവ് താക്കറെയോട് കർശനമായി പറഞ്ഞിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഉദ്ധവിന്റെ നല്ലൊരു മറുപടി ഉണ്ടായിരുന്നു, ആദ്യം മോദിക്കെതിരെ നടപടി എടുക്കട്ടെ, അതിനുശേഷം ഇത് പിൻവലിക്കുന്നതിനെ പറ്റി ആലോചിക്കാമെന്ന്. അല്ല, അത് നടക്കട്ടെ, ചർച്ച അതല്ലല്ലോ. ഇപ്പം എന്നോട് മാത്രം ഞാൻ ബാക്കി കാരശ്ശേരിക്കൊന്ന് മറുപടി കൊടുക്കട്ടെ. ഞാൻ കാരശ്ശേരി എന്ന് പറയുമ്പോൾ വേണു ഇത്രയേറെ വിഷമിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ രസകരമായിട്ട് നല്ല ഭാഷ ഉപയോഗിച്ച് പറയുന്നില്ലെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നത് അല്പം ഓർമ്മക്കുറവുണ്ടെന്ന് തോന്നുന്നു, പ്രായമായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നത് BJP താമര ലോട്ടസ് വിൽപ്പന, അത് BJP താമരയിൽ സരസ്വതിയെയും മഹാലക്ഷ്മി ഇരുന്നു കൊണ്ട് ഹിന്ദു എന്നും ജയ് ഭവാനി എന്നുമുള്ള ഉദ്ധവിന്റെ 2 പരാമർശങ്ങൾ അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. പറ്റില്ല എന്ന് ഉദ്ധവ് പറഞ്ഞിട്ടുമുണ്ട്. ഹിന്ദു എന്നും ജയ് ഭവാനി എന്നും പറയുന്നതിൽ അപാകത കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാമന് വോട്ട് ചെയ്യൂ എന്ന് മീററ്റിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഈ രാമായണത്തിലെ ആ വേഷം ചെയ്ത ആളെ വെച്ചുകൊണ്ട്. എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന അമിത്ഷാ ഈ രാമൻ്റെ പടവും
ഉയർത്തിക്കാട്ടിക്കൊണ്ട് റോഡ് ഷോ നടത്തുന്നു. ഇനി എന്തിനധികം പറയണം? പ്രധാനമന്ത്രി ആസാമിലെ പൊതുസമ്മേളന വേദിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞതാണ് ആ സമ്മേളനത്തിൽ എത്തിയ ആളുകളോട്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഈ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി വെക്കൂ, സൂര്യതിലക് ചടങ്ങ് നടക്കുകയാണ്, സൂര്യതിലക് ചടങ്ങ്, അതിൽ നാം ഇവിടെ പങ്കാളികളാകൂ. ഇതാണോ തെരഞ്ഞെടുപ്പ് പ്രചാരണം? ഞാൻ ഭയങ്കര ഡിസ്റ്റർബൻസ് ഇതിനകത്ത് വരുന്നത് ഞാൻ കുറച്ചേ കേട്ടുള്ളൂ. ഞാൻ എന്നാലും ഞാൻ പറയാം. ഞാൻ സൂര്യതിലകൻ്റെ കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ തൃശ്ശൂർ പൂരം കൊളവാക്കിയതിന് ഇവിടുത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കേണ്ടത് ആർക്കെതിരെയാണ്? ആദ്യമായിട്ട് ഇവിടെ ഒരു ഒരു അമ്പലത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നപ്പോൾ, തൃശ്ശൂർ ഒരു പൂരം നടന്നപ്പോൾ അത് തകർക്കുവാൻ ശ്രമിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ നടപടി എടുക്കണ്ടേ? അതും മതപരമായ ഒരു ഇടപെടലല്ലേ? ഒരു ഹിന്ദു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ മതപരമായ ആചാരം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഈ കേരളത്തിലെ സർക്കാരിനെതിരെ നടപടി എടുക്കേണ്ടതല്ലേ? അപ്പോൾ അത് ഈ ഓരോരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലുണ്ടാകും. ഞാൻ വീണ്ടും കാരശ്ശേരിയിലേക്ക് വരുന്നു. അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ തെറ്റ്, MLA-മാരെ വിലക്കെടുക്കുന്നു എന്ന കണക്ക് പറഞ്ഞുകൊണ്ട് BJP-ക്കെതിരെ പറഞ്ഞു. അതിന് താമരയും അതുപോലെ തന്നെ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പേരിട്ടു എന്ന് മറ്റുള്ള പത്രങ്ങൾ പറയുന്നതിന് BJP പറഞ്ഞിട്ടില്ല ഓപ്പറേഷൻ ലോട്ടസ് എന്ന്. കാരശ്ശേരി അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ? ആയാറാം ഗയാറാം പോലുള്ള പേരുകൾ വരെ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നു, അത്തരത്തിലുള്ള ചാക്കടികളുണ്ടായിരുന്നു. ഇതെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാം വളരെ നല്ലതും സത്യവും. ഇനി BJP ഭരിക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ കാരശ്ശേരിക്ക് അത് താമര, അത് ലോട്ടസ് ഓപ്പറേഷൻ, അത് BJP-യുടെ വർഗീയ അജണ്ട, ഇതുവരെ ഈ തരത്തിലുള്ള ഒരു മാറ്റവും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള സ്വതന്ത്ര നിരീക്ഷകരെ ഇരുത്തിക്കൊണ്ട് കേരളത്തിന്റെ മനസ്സുകളെ മാറ്റാം എന്ന് വിശ്വസിക്കുന്ന ചില മറുപടിയും പറയട്ടെ. നമുക്ക് രണ്ട് അതിഥികളുടെ ഉണ്ട്, ഞാൻ അവരിലേക്ക് കൂടെ പോവുകയാണ്. ഞാൻ വരാം ശിവശങ്കർ. ലിജു, ഒന്ന് നിങ്ങളുടെ മുൻ പ്രധാനമന്ത്രിയുടെ വാചകം, രണ്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാചകങ്ങൾ, ഇത് രണ്ടും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു എന്നാണ് മോദി മുതൽ BJP-യുടെ എല്ലാവരും ഇപ്പോൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള മറുപടി. ഒരു പ്രധാനമന്ത്രിയുടെ നിലവാരത്തിൽ നിന്ന് സംസാരിക്കേണ്ട ശ്രീ നരേന്ദ്രമോദി സംസാരിക്കുന്നത് വർഗീയ വിഷം ചീറ്റാൻ വേണ്ടിയാണ്. അദ്ദേഹം പറയുന്ന മുഴുവൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുമാണ്. ഒന്ന്, കോൺഗ്രസ് പ്രകടന പത്രിക. കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഞങ്ങൾ സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് രാജ്യത്തിന് ആവശ്യമാണ്. ജാതി സെൻസസ് നടത്തേണ്ടത്. കാരണം ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അവർക്കാവശ്യമായ അവകാശങ്ങൾ എത്തിക്കുവാൻ, അവർക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ സെൻസസ് നടക്കണം. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സർവോദയം എന്ന് പറഞ്ഞ സങ്കല്പത്തിൻ്റെ, അല്ലെങ്കിൽ അതിൽ അന്ത്യോദയം എന്ന് നമുക്ക് പറയാവുന്നതിൻ്റെ കാഴ്ചപ്പാടതാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളിനെ കണ്ടുകൊണ്ട് വേണം ഒരു രാഷ്ട്രം മുന്നോട്ട് പോകാൻ. അതാണ് ജാതി സെൻസസിൻ്റെയും സാമൂഹ്യ സാമ്പത്തിക സർവേയുടെയും അടിസ്ഥാനം. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രസംഗിക്കുകയാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത് നിങ്ങളുടെ താലി പൊട്ടിക്കുവാൻ വേണ്ടി വീടുകൾക്കുള്ളിലേക്ക് കടന്നു വരുന്നു, ഈ സമ്പത്തിൻ്റെ മുഴുവൻ അവകാശികൾ ന്യൂനപക്ഷങ്ങളാകും എന്ന് പറഞ്ഞു വരുന്നു. എന്ത് നുണയാണിത്? എത്രമാത്രം ലജ്ജാവഹമായ ഒരു പരാമർശമാണിത്. പിന്നെ ന്യൂനപക്ഷങ്ങൾക്കുൾപ്പെടെയുള്ളവർക്ക് രാജ്യത്തിൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞ വാചകങ്ങളെ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പഴയ വാചകം, അത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്താണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളും ദളിതരും പിന്നോക്കക്കാരും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് രാജ്യത്ത് അധികാരത്തിലും സമ്പത്തിലും വിദ്യാഭ്യാസത്തിലും പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നെന്ന് വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടി ഈ രാജ്യത്തിൻ്റെ വികസനം നൽകേണ്ടതുണ്ട് എന്നൊരു പ്രസംഗത്തിൽ സംസാരിക്കുമ്പോൾ, ഒരു വാചകത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭാഷണത്തിൽ പറയുമ്പോൾ, അത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് രാജ്യത്തിൻ്റെ സമ്പത്തിൽ അവകാശം എന്ന തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനവും അതോടൊപ്പം വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിൻ്റെ ശൈലിയുമാണ്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. വർഗീയത, പച്ച നുണ പറഞ്ഞ് തുടർന്നോളൂ. കേരളത്തിന് പുറത്ത് എന്തായാലും അതിന്റെ സാധ്യത എത്രത്തോളമാണെന്ന് അറിയില്ല. കേരളത്തിനകത്തും ഇതിന് സാധ്യതയുണ്ട്. ഒരു കോൺഗ്രസ്സുകാരന് ഒരു പരാതി കൊടുത്താൽ മതി. ഇപ്പോ പിണറായിയുടെ സർക്കാരിന്റെ കീഴിൽ CPM-കാർ അത് പരാതി കൊടുക്കോ ഇല്ലയോ എന്നറിയില്ല. ഇനി പരാതി കൊടുത്താൽ അത് കേസാകുമോ എന്നും അറിയില്ല. നിങ്ങൾക്ക് ചെയ്യാമല്ലോ. നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൻമോഹൻ സിംഗിന്റെ പ്രസംഗം ഇവിടെ കേൾപ്പിക്കാമോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലുണ്ടായില്ലേ? അല്ല, ഞാൻ സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കാം. മൻമോഹൻ സിംഗിന്റെ പ്രസംഗം കേൾപ്പിക്കൂ. മൻമോഹൻ സിംഗിന്റെ പ്രസംഗം കേൾപ്പിക്കൂ. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ ശിവശങ്കർ, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. നിങ്ങൾ പ്രത്യയശാസ്ത്രപരമായി പറയുമ്പോൾ ദീൻ ദയാൽ ഉപാധ്യായയുടെ ഇന്റഗ്രൽ ഹ്യൂമനിസത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയും. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളുടെ ഒരു ഭാഗം എടുത്തുകൊണ്ടാണ് പറയുന്നത്. അവസാനത്തെ മുസ്ലിം എന്നല്ലേ? ഞാൻ പറയട്ടെ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, താങ്കൾ
എന്താണ് അല്ല എന്ത് വിടാൻ എന്ന് പറഞ്ഞേ കേൾക്കട്ടെ. എന്താ താങ്കൾ പറഞ്ഞതല്ലേ? താങ്കൾ പറഞ്ഞില്ല. മൻമോഹൻ സിംഗിന്റെ പ്രസംഗം ആദ്യം വേണു ഇടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അത് കേൾപ്പിക്കാം. അതിൽ അങ്ങ് പറയുന്ന വാചകങ്ങൾ വേണമെങ്കിൽ എന്റെ കൈവശമുണ്ട്. അത് ആ ഭാഗം കേൾപ്പിക്കാം. We will have to devise innovative plans. ഒറ്റ സെക്കൻഡ് We will have to devise innovative plans to ensure that minorities, particularly Muslim minority, are empowered to share equitably in the fruits of development. They must have the first claim on our resources. എന്താ കുഴപ്പം ശിവശങ്കറെ? അതിനുശേഷം ഉണ്ടല്ലോ, അതിനുശേഷം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞോളൂ. അതിനുശേഷം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനുശേഷം എന്താ? അതോടെ പറഞ്ഞോ കേൾക്കട്ടെ. Minorities, particularly the Muslim minority, have the first claim on our national resources. എന്ന് പറഞ്ഞിട്ടില്ല പ്രസംഗത്തിന്റെ അവസാനം. ഞാനത് വായിച്ചു. അങ്ങ് കേൾക്കാനാണ്. തുടർന്നോളൂ. ഞാൻ വീഡിയോ തരാം. അല്ലെന്നേ, ഇത് ആ വെർബാറ്റമാണ് ഞാൻ പറഞ്ഞത്. ശിവശങ്കറെ ആ ഭാഗം ഞാൻ വായിച്ചു. ഞാൻ പറയാം. പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ. എന്ന് സംസാരിക്കൂ. അതാണ് വേണുവിൻ്റെ അകത്തൊരു കുഴപ്പം. ഒന്ന്, ഞാൻ എൻ്റെ ഊഴത്തിൽ കൃത്യമായി കോൺഗ്രസ് പാർട്ടി എടുത്ത പൊസിഷൻ, അത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗവും കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് അദ്ദേഹം ഇടപെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എന്താണെങ്കിലും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം സംസാരിച്ചില്ല. പക്ഷേ വേണു വായിച്ച് കേൾപ്പിച്ചു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം, മൻമോഹൻ സിംഗിൻ്റെ വാചകം. അദ്ദേഹം പറഞ്ഞെന്താ? ദ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ ശിവശങ്കർ? സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിനും വിദ്യാഭ്യാസത്തിനും പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന കാര്യമാണ്. ആർട്ടിക്കിൾ 40 നിൽക്കുമ്പോൾ തന്നെ എക്സെപ്ഷൻസ് കൊടുക്കും. അത് വനിതകൾക്കും അല്ലെങ്കിൽ ഓരോ തരത്തിലും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായിട്ടും ഞാൻ പറയട്ടെ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഇത്രമാത്രം ഇതാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് മൻമോഹൻ സിംഗിന്റെ വാക്കുകളൊന്ന് കേട്ടതിന് ശേഷം തിരികെ എത്താം. ഒരു സെക്കൻഡ് മൻമോഹൻ സിംഗിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. They must have the first claim on our resources. ലിജു തുടർന്നോളൂ. വളരെ കൃത്യമായിട്ടല്ലേ വേണു പറഞ്ഞത്? അത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായം ഏതാണ്? മുസ്ലിം സമുദായമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും അധികാരത്തിലും, ഇപ്പോൾ പാർലമെൻറ്റിലെ ഉൾപ്പെടെയുള്ള ലെജിസ്ലേറ്റീവ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മതന്യൂനപക്ഷം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നമുക്കൊരു ഇന്നൊവേറ്റീവായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് പിന്നോക്കം നിൽക്കുന്ന ഈ മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളെ. കാരണം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിലല്ല ചിന്തിക്കേണ്ടത്, രാജ്യവ്യാപകമായിട്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത്. പല സ്ഥലങ്ങളിലും വിദ്യാഭ്യാസമില്ലാത്ത, വീടുകളില്ലാത്ത. ഇപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് ബംഗാളിൽ 2% പോലും മുസ്ലിം മതവിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞ് 2% പോലും സർക്കാർ റെപ്രസെൻറ്റേഷൻ ഇല്ല, ജോലി റെപ്രസെൻറ്റേഷൻ ഇല്ല, അവർക്ക് പഠിക്കാൻ പ്രൈമറി വിദ്യാലയങ്ങളില്ല. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ഒരൊറ്റ വാചകത്തിൽ കൃത്യമായി എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിനെയാണ് ഈ നരേന്ദ്രമോദി വ്യാഖ്യാനിക്കുന്നത്. രാജ്യത്തെ സമ്പത്തെല്ലാം മുസ്ലിങ്ങൾക്കാണ് കൊടുക്കാൻ പോകുന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഇത് കേസെടുക്കേണ്ട വിഷയമാണ്. കേസെടുക്കുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം. തീർച്ചയായിട്ടും പരാതികൾ കേരളത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കൊടുത്ത പരാതിയൊക്കെ എവിടെയായി? വേണു, എനിക്കറിയാവുന്ന ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പാകെ തന്നെ BJPയുടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെക്കുറിച്ച്, ഇപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തന്നെ എത്ര പരാതി ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെയുണ്ട്? ഒരു നടപടിയും എടുക്കപ്പെട്ടിട്ടില്ല. അതേസമയം ശശി തരൂരിനെ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്യുന്ന നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താ? നേരത്തെ ഇവിടെ ഞാൻ വന്നപ്പോൾ ചർച്ച ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇന്നൊരു നിഷ്പക്ഷ ബോഡിയാണോ? നേരത്തെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കൂടെ തിരഞ്ഞെടുത്തിരുന്ന ഒരു എംപവേർഡായ ഇലക്ഷൻ കമ്മീഷണർ സ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ ഒരു മന്ത്രി ഇരുത്തി അദ്ദേഹത്തിനെ കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷനാണുള്ളത്.
അതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണോ? അതൊരു പൊളിറ്റിക്കൽ ബോഡിയാണ് അധപ്പതിച്ചിരിക്കുന്നു. അപ്പോൾ രാജ്യത്ത് കേസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എത്ര നരേന്ദ്രമോദിയെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്ര കേസുകൾ സമീപകാലത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്? എത്ര കേസുകൾ? ശരി, രാജ്യത്ത് ഏറ്റവും ന്യായമായ വിഷയത്തിൽ പോലും പ്രധാനമന്ത്രിക്കെതിരെ പറഞ്ഞതിനല്ല, പ്രധാനമന്ത്രിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എന്ന് പറഞ്ഞാണ് കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക പ്രവർത്തകനെതിരെ അതാണ് ഞാൻ പറഞ്ഞത്. എഫ്ഐആർ ഇട്ടിരിക്കുന്നത്, പരാതി കൊടുത്ത് അപ്പം എഫ്ഐആർ ഇടുക. ശരി ലിജു, ഞാൻ ഒന്ന് VPP-യിലേക്ക് ഒന്ന് പോവുകയാണ്. ഞാൻ വരാം ലിജു, ഞാൻ വരാം. ഡോക്ടർ VPP മുസ്തഫ, ഇവിടെ ഇപ്പോൾ വലിയ രാജ്യവിരുദ്ധ പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത് മോദി എന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയും അഭിപ്രായപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് പെരുമാറ്റച്ചട്ടമുള്ളതുകൊണ്ട് പോലീസിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് എന്നാണ്. അത് ഈ മോദിക്കെതിരെ നടപടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി വരികയാണ് എങ്കിൽ അതിൻ്റെ തുടർ നടപടികൾ എടുക്കുന്നതിനും വിഘാതമാകുമോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ലിജുവുമൊക്കെ പറയുന്നുണ്ടല്ലോ, മോദിയുടെ സൽപ്പേര് സംരക്ഷിക്കാനുള്ള അത്യുത്സാഹം ഇവിടുത്തെ പോലീസ് കാട്ടുന്നുണ്ടല്ലോ. അതുപോലെ ഈ മോദിയുടെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നാൽ എന്തായിരിക്കും നിലപാട്? കൂടാതെ ഇവിടെ CAA പറ്റി മിണ്ടുന്നില്ല എന്നാണല്ലോ കോൺഗ്രസിനെതിരെയുള്ള നിങ്ങളുടെ ശക്തമായ ആക്ഷേപം. ഇപ്പോൾ ദേശീയ തലത്തിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു, അവർക്ക് വിഭവങ്ങളുടെ ഒന്നാമത്തെ അവകാശമുണ്ട് എന്ന് 18 കൊല്ലം മുൻപ് പറഞ്ഞ വാചകം ഉൾപ്പെടെ എടുത്തു വെച്ചുകൊണ്ട് കോൺഗ്രസിനെ മോദി വിമർശിക്കുമ്പോൾ നിങ്ങൾ ഈ CAA പറഞ്ഞിട്ട് ഇനി വിലപ്പോകുമോ? മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന പാർട്ടി ഇപ്പോൾ ആരാണ്? നിങ്ങളാണോ കോൺഗ്രസ് ആണോ? CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രിയുടെ ഈ വിദ്വേഷ പ്രസംഗത്തിനെതിരായിട്ടുള്ള പരാതി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അത് ഇവിടെ മാത്രം അവസാനിപ്പിക്കുകയും ചെയ്തില്ല. യെച്ചൂരി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ ഏപ്രിൽ 13-ാം തീയതി CPIM നൽകിയിട്ടുള്ള മറ്റൊരു പരാതിയെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഇതേ നരേന്ദ്രമോദി തന്നെ നേരത്തെ നടത്തിയ പ്രസംഗങ്ങളിൽ, ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണ യോഗങ്ങളിൽ നടത്തിയ ചില പരാമർശങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഏപ്രിൽ 13-ന് CPIM നൽകിയ പരാതിയുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഏപ്രിൽ 22-ാം തീയതിയാണ്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ CPIM നേരത്തെ നൽകിയ ഇദ്ദേഹത്തിന്റെ നേരത്തെയുള്ള വിദ്വേഷ സൂചകങ്ങളടങ്ങിയ പ്രസംഗത്തിനെതിരായ നോട്ടീസിൽ നടപടിയായിട്ടില്ല. ഇന്ന് വീണ്ടും നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് CPIM സംബന്ധിച്ചിടത്തോളം വേറെ തർക്കമൊന്നുമില്ല. കേരളത്തിലും അങ്ങനെ പരാതികൾ വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനം വെച്ച് പോലീസിന്റെ അധികാരവും അവർക്കുള്ള അവകാശങ്ങളും വെച്ച് പരിശോധിച്ച് ചെയ്യാൻ വേണ്ടി കഴിയുന്ന എല്ലാ നടപടിയും സ്വീകരിച്ചിരിക്കും. അതിലൊന്നും CPIM-നെയോ അതിന്റെ ക്രെഡിബിലിറ്റിയോ ആരും സംശയിക്കില്ല. ഇവിടെ നമ്മുടെ കാതലായ വിഷയം എന്താ? കേരളത്തിൽ മോഡിക്കെതിരെ കേസെടുക്കുമോ അല്ലെങ്കിൽ CPIM പ്രതിഷേധിക്കുമോ എന്നുള്ളതല്ലല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു RSS പ്രചാരകന്റെ ഏറ്റവും നിലവാരം കുറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്? അത് PR ശിവശങ്കർ തൊട്ട് നരേന്ദ്രമോദി വരെ RSSന്റെ പ്രചാരകന്മാർ ഒരേ അച്ചിലാണ് വാർക്കുക. അതുകൊണ്ടാണ് ഇവിടെ അല്പം മുമ്പ് ആദ്യ റൗണ്ടിൽ സംസാരിക്കുമ്പോൾ ശിവശങ്കർ പറഞ്ഞെന്താ? തൃശൂർ പൂരം തകർക്കാൻ, അവിടുത്തെ ആചാരങ്ങൾ മുടക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിച്ചു എന്നാണ്. അതേ ഉപയോഗിച്ച വാചകം അങ്ങനെയാ. എവിടെയാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത്? സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ എല്ലാ സാധ്യതകളും ശേഷിയും തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ദേശീയോത്സവത്തിന് സമാനമായിട്ട് പരിഗണിക്കേണ്ട അത്തരം സംഗതികളെ വലിയ നിലയിൽ സഹായിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഇത് ഇക്കൊല്ലം മാത്രമല്ലല്ലോ, എല്ലാ വർഷവും തൃശൂർ പൂരം വരുമ്പോൾ സംസ്ഥാന സർക്കാരും അതിന്റെ സംവിധാനങ്ങളും അത് വിജയിപ്പിക്കാൻ നൽകുന്ന വലിയ പിന്തുണാ സംവിധാനം നമ്മുടെ മുന്നിലെ അനുഭവമല്ലേ? ശബരിമല തീർത്ഥാടന കാലത്ത് അത് ഭംഗിയായി നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും അതിനുവേണ്ടി നൽകുന്ന ഇടപെടലുകൾ നമ്മുടെ മുന്നിലെ അനുഭവമല്ലേ? ഇവിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. മുഖ്യമന്ത്രി അത് ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞു. അവിടെ അതിന് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയ പോലീസ് കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദം വാങ്ങിച്ച് സ്ഥലം മാറ്റിക്കഴിഞ്ഞു. ഇതെല്ലാം ഗവൺമെന്റ് എടുത്ത നടപടിയിരിക്കെ നുണ പറയാൻ, പച്ചക്കള്ളം പറയാൻ PR ശിവശങ്കർ തൊട്ട് നരേന്ദ്രമോദി വരെ RSS പ്രചാരകന്മാർക്ക് ഒരു പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം?
ഇന്ന് മാതൃഭൂമി കൊടുത്ത ഹെഡ്ലൈൻ അല്ലേ പ്രശ്നം? മോഡി പേടിയിലാണ്, മൂന്നാം വട്ടവും പ്രധാനമന്ത്രി കസേരയിൽ രാജകീയ വേഷഭൂഷാദികളോടെ പദവി ആസ്വദിച്ച് കഴിയാമെന്നുള്ള മോഡിയുടെ പൂതിക്ക് വലിയ തിരിച്ചടി. അദ്ദേഹം സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് എത്തുന്നുണ്ടല്ലോ. BJPയും മോഡിയെയും വലിയ പരാജയം തുറച്ചു നോക്കുകയാണ്. അപ്പോ പഴയ കാലത്തെ എന്ന പോലെ, എല്ലാ കാലത്തെയും എന്ന പോലെ വർഗീയ കാർഡ് ഇറക്കുകയാണ്. ആ വർഗീയ കാർഡ് ഇറക്കാൻ എന്തു പച്ച കള്ളവും പറയും, എന്തു നുണയും പറയും എന്നുള്ള അവസ്ഥ. രാജസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം വേണു ഈ പ്രസംഗം നടത്തിയത്. എന്താ രാജസ്ഥാനിലെ ജനങ്ങളുടെ ജീവിതസ്ഥിതി? അവിടെ BJP ആണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടക്കാലത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലേ ഉള്ളൂ. നേരത്തെയും BJP, ഇപ്പോഴും BJP. അവിടുത്തെ പോവർട്ടി റേറ്റ് എത്രയാ? ദാരിദ്ര്യത്തിന്റെ നിരക്ക് നീതി ആയോഗിന്റെ കണക്കിൽ വേണു 26%. കേരളത്തിൽ 0.7% മാത്രമേ പോവർട്ടി ഉള്ളൂ എന്ന് കാണണം. രാജസ്ഥാനിൽ 26%. തൊഴിലുറപ്പ് തൊഴിലാളി കേരളത്തിലെ കൂലി 346 രൂപയാ. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കേരളത്തിൽ കിട്ടുന്ന കൂലി. രാജസ്ഥാനിൽ ഈ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി 266 രൂപ മാത്രമാണ്. കേരളത്തെക്കാൾ 180 രൂപ പിറകിലാണവർ. കേരളത്തിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ 6 കുഞ്ഞുങ്ങൾ മാത്രമാണ് ദൗർഭാഗ്യവശാൽ മരണത്തിന് പല കാരണങ്ങളാൽ കീഴ്പ്പെട്ടു പോകുന്നത്. എന്നാൽ ഗുജറാത്തിൽ 1000 കുഞ്ഞുങ്ങൾ ജന്മമെടുക്കുമ്പോൾ 35 കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കാനാകാതെ മരിച്ചു പോവുകയാണ് ജനനത്തിൽ തന്നെ. അവിടുത്തെ ഇങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കും. ആയുർദൈർഘ്യം കേരളത്തിൽ 75 വയസ്സാണ് ആയുർദൈർഘ്യം. ഗുജറാത്തിൽ, രാജസ്ഥാനിൽ 68 വയസ്സാണ് ആയുർദൈർഘ്യം. സാക്ഷരതാ ഇതൊക്കെ ശരിയാണ്. പക്ഷെ വി പി പി ഒരു കാതലായ ചോദ്യം, CAA പറ്റി മിണ്ടുന്നില്ല രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ മിണ്ടാട്ടമില്ല, ഇവിടെ മാത്രം പേരിന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ട്. കാരണം എന്താണ്? മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് അതിന്റെ മൃദു ഹിന്ദുത്വം തടസ്സമാകുന്നു. അത് പൊട്ടിപ്പാളീസായി പോവുകയാണ് ഈ ഒരൊറ്റ വിവാദത്തോടെ. ഈ കാര്യത്തിൽ മുഴുവൻ നരേന്ദ്രമോദി ആക്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്. കൂടാതെ ഒരു കാര്യം കൂടി പറയാം, ഇപ്പോൾ ഈ കാര്യത്തിൽ മതന്യൂനപക്ഷം എന്ന നിലയിൽ മുസ്ലിങ്ങൾക്ക് വിഭവങ്ങളിൽ പ്രാഥമികമായ അവകാശമുണ്ട് എന്ന് ഈ പറയുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞത് അദ്ദേഹത്തിന് ഉണ്ടിരുന്നപ്പോൾ തോന്നിയൊരു ഉൾവിളിയല്ലല്ലോ. ഇത് ഡിസംബർ 9 ഡിസംബർ 6 കഴിഞ്ഞ് 3-ാമത്തെ ദിവസം 2006 മൻമോഹൻ സിംഗ് പറയുന്നത്. തൊട്ടു മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. 2006 നവംബർ 30 ഈ പറയുന്ന ലോക്സഭയുടെ മേശപ്പുറത്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണല്ലോ മൻമോഹൻ സിംഗിന്റെ ഈ പരാമർശം വരുന്നത്. അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഭൂഷണമാണോ? നിങ്ങൾ രാജസ്ഥാനിലെ പിന്നാക്കാവസ്ഥയെ പറ്റി പറയുന്നുണ്ടല്ലോ. ബംഗാളിൽ 3.5 ദശാബ്ദം നിങ്ങൾ ഭരിച്ച സ്ഥലത്ത് SC/ST പിന്നാക്കാവസ്ഥയിലാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നുണ്ട് സച്ചാർ റിപ്പോർട്ട്. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് എന്താ, ഈ പറഞ്ഞ വേണു ഇങ്ങനെ തുലനം ചെയ്തിട്ട് ഈ ഒരു വിഷയം ഇങ്ങനെ ഇന്ന് വന്നതുകൊണ്ട് അതുകൊണ്ട് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനങ്ങൾ ആകെ വാഷ് ഔട്ടായി പോവും എന്നൊന്നും ലളിതവൽക്കരിക്കരുത്. അപ്പുറത്ത് ജയ് ശ്രീറാം വിളിക്കുമ്പോൾ ഇപ്പുറത്ത് ജയ് ഹനുമാൻ വിളിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതും അങ്ങനെ തീവ്ര വർഗീയതയെ നേരിടാൻ മൃദുവർഗീയ സമീപനങ്ങൾ സ്വീകരിക്കുന്നതും ആ വിഷയമായിട്ട് നിൽക്കുന്നു. എന്നാൽ താങ്കൾ സൂചിപ്പിച്ച തന്നെയാണ് ഞാൻ പറയുന്നത്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് 1ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് നിയോഗിക്കുന്നു. 60 വർഷം, ഈ 2004 നവംബറിൽ ഈ റിപ്പോർട്ട് വരുന്നത് വരെ, അതിനു മുമ്പുള്ള 1998 മുതൽ 2004 വരെയുള്ള വാജ്പേയിയുടെ കാലം ഒഴിച്ചാൽ ഏതാണ്ട് 10-60 വർഷക്കാലം രാജ്യം ഭരിച്ചത് കോൺഗ്രസ് അല്ലേ? നീണ്ട കാലം കോൺഗ്രസ് ഭരിച്ച രാജ്യത്തെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ചിട്ടാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത്. അപ്പോ കോൺഗ്രസിന് 60 വർഷം രാജ്യം ഭരിച്ചവർ, നെഹ്റുവിന്റെ കാലം തൊട്ട് മൻമോഹൻ സിംഗ് അധികാരമേൽക്കുന്നത് വരെയുള്ള കാലം വരെ ഈ രാജ്യം ഭരിച്ചിട്ട് കോൺഗ്രസ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നത്? മൈനോറിറ്റീസ്, എസ്പെഷ്യലി മുസ്ലിം മൈനോറിറ്റീസ്. രാജ്യത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ എല്ലാ മതന്യൂനപക്ഷങ്ങളും, ആദിവാസികൾ, ദളിതുകൾ, പട്ടികജാതി, പട്ടികവർഗം എല്ലാം നേരിടുന്ന പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം മറന്നിട്ട് കേവലമായിട്ട് ബംഗാളിനെ കുറിച്ച് മാത്രം പറയല്ലേ. ഈ ബംഗാളും എല്ലാം ഉൾപ്പെടുന്നത് നിങ്ങൾ പറയുന്ന പോലെ ഇടതുപക്ഷം വരുന്ന 3.5 വർഷം, അതിനു മുമ്പേയുള്ള 3.5 ദശകം ബംഗാൾ ഭരിച്ചത് ആരാ? സിദ്ധാർത്ഥ ശങ്കർ റേ ഉൾപ്പെടെയുള്ള വലിയ മുടിചൂടാൻ മന്നന്മാരായിട്ടുള്ള കോൺഗ്രസ് അല്ലേ? അതിനുശേഷമല്ലേ എനിക്ക് ലിജുവിനെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ലിജു എന്തോ പറയാൻ മുതിരുന്നു എന്നാണ് അറിയുന്നത്. വേഗം ലിജുവിലേക്ക് കൂടി, അതിനുശേഷം എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ലിജു വേഗം.
വേണു, ഇപ്പോൾ രണ്ടുപേരുടെ സ്വരം ഒരുപോലെയായി. VPP മുസ്തഫയുടെയും BJP വക്താവിൻ്റെയും സ്വരം ഇപ്പോൾ ഒരുപോലായി. VPP മുസ്തഫ, വേണു ചോദിച്ചൊരു ചോദ്യം പ്രസക്തമല്ലേ? 35 വർഷക്കാലം തുടർച്ചയായിട്ട് ബംഗാളിൽ ഭരിച്ചിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതന്യൂനപക്ഷങ്ങൾ പിന്നോക്കം നിന്നൊരു സംസ്ഥാനം ബംഗാളായിരുന്നു. അപ്പോൾ മുസ്തഫയുടെ മറുപടി ഇങ്ങനെയാണ്, അത് ഞങ്ങളുടെ കുഴപ്പമല്ല, 60 കൊല്ലക്കാലം കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസ് അല്ലേ, അപ്പോൾ അവരാണ് ഉത്തരവാദിത്യം. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുസ്തഫ, നിങ്ങൾക്ക് എന്തായാലും കേന്ദ്രഭരണം കിട്ടുമെന്ന് ഉറപ്പില്ല. സംസ്ഥാന ഭരണം 35 കൊല്ലക്കാലം കിട്ടിയാലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകാൻ പറ്റില്ല. പിന്നെ വെറുതെ എന്തിനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുന്നത്? നിങ്ങൾ തന്നെ പറയുകയാണ്, നിങ്ങൾ 35 വർഷക്കാലം ബംഗാളിൽ ഭരിച്ചിട്ടും അവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. കാരണം എന്താ? അവിടെ ഭരണം കിട്ടിയോണ്ട് കാര്യമില്ല, കേന്ദ്രം കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇപ്പം സമാനമായൊരു സാഹചര്യമാണ്. നിങ്ങൾ എന്തായാലും കേരളം 52 സീറ്റ് മത്സരിച്ചുകൊണ്ട് ഭരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ തന്നെ അങ്ങ് വെച്ചൊഴിയുന്നല്ലേ ഏറ്റവും നല്ലത്. ഭരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി, പറ്റുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി മാറിക്കൊടുക്കുക എന്നുള്ളതല്ലേ കറക്റ്റ്. അതല്ലേ കറക്റ്റായ കാര്യം. ബംഗാളിലെ 35 വർഷത്തെ ഭരണമാണ്. ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നു. ഈ രാജ്യത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള രാജ്യം. കോൺഗ്രസിന് ഉത്തരവാദിത്തമില്ല. 60 വർഷം ബംഗാൾ വിഷയമായി ചുരുക്കണ്ട, നമുക്കിതിന് ബംഗാൾ വിഷയമായി ചുരുക്കി ശിവശങ്കറിന് രക്ഷപ്പെടാൻ അവസരം കൊടുക്കേണ്ടതില്ല. ഞാൻ വേഗം പദ്ധതികളിലേക്ക് വരാൻ. ശ്രീ MN കാരശ്ശേരി, ഇവിടെ ഇപ്പോൾ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കുമെന്ന് കരുതാൻ കഴിയുമോ? കാരണം അതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്നത് ജ്ഞാനേഷ് കുമാറും സുഖ്ബീന്ദർ സിംഗ് സന്ധുവുമാണ്. രാജീവ് കുമാറിൻ്റെ കാര്യം നമുക്കറിയാം. ഈ ജ്ഞാനേഷ് കുമാറിൻ്റെ പ്രത്യേകത, അദ്ദേഹം അമിത്ഷായുടെ കീഴിലായിരുന്നു, വിവിധ മന്ത്രാലയങ്ങളുടെ ചുമതലകൾ വഹിച്ചുകൊണ്ടിരുന്നു. സർവോപരി 370 ഒഴിവാക്കി കൊടുക്കാനുള്ള എല്ലാ ബുദ്ധിശാലയുടെയും ഒരു പ്രധാന ഘടകമായിരുന്നു. അതുകൊണ്ട് ജ്ഞാനേഷ് കുമാർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അങ്ങേക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സുഖ്ബീർ സിംഗ് സന്ധു, അദ്ദേഹം ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി മുഖ്യമന്ത്രിയായപ്പോൾ ചീഫ് സെക്രട്ടറി ആക്കപ്പെട്ടു. അവിടുത്തെ UCCയുടെ രൂപകൽപ്പനയിലെ പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രമാണ്. പിന്നെ ഈ രണ്ടു പേരും ഈ പറയുന്ന രാജീവ് കുമാറുമാണ് ചേർന്നതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർമാർ. ഇതിനു മുൻപ് അരുൺ ഗോയൽ പോയ വഴി എന്താണ് അതിൻ്റെ കാരണമെന്ന് ആർക്കും അറിയില്ല. അതുമായി ബന്ധപ്പെട്ട് രാജീവ് കുമാർ എന്താണോ പറഞ്ഞത് അത് അസത്യമാണ് എന്ന് തെളിഞ്ഞു. ഇനി അതിനു മുൻപുണ്ടായിരുന്ന അനൂപ് ചന്ദ്ര പാണ്ഡെ, അദ്ദേഹം കാലാവധിയായി പോയതാണ്, ഫെബ്രുവരിയിൽ ആ കാലാവധി അവസാനിച്ചാണ്. പക്ഷേ അതിലെ ഒരു തരത്തിലുള്ള നിയമന നീക്കവും കേന്ദ്രം നടത്തുകയുണ്ടായില്ല. പിന്നെ സുപ്രീം കോടതിയുടെ ഇടപെടൽ, പിന്നെ അതിനെ മറികടന്ന നിയമം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന അതിവേഗം, ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 ഉദ്യോഗസ്ഥരെ, അങ്ങേക്കും അറിയുന്ന ട്രാക്കർ കോഡുള്ള 2 ഉദ്യോഗസ്ഥരെ കൂടെ ഇലക്ഷൻ കമ്മീഷണർമാരായി വെച്ചത്. ലവാസ ഭീതി ഉള്ളതുകൊണ്ട് ഇവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? വേണോ, സാധാരണഗതിയിൽ നമ്മുടെ ഒരു സാമാന്യ ബോധം വെച്ചിട്ട് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ, ഇപ്പോഴത്തെ ഭരണമുന്നണി, അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന BJP, അതിൻ്റെ പ്രതിരൂപമായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയുമെന്നോ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമെന്നോ വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ സുപ്രീം കോടതിയാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ. സുപ്രീം കോടതിയിൽ തന്നെ എങ്ങനെയാണ് ന്യായാധിപന്മാർ പലതരം സ്വാധീനത്തിന് വിധേയരാവുന്നത് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയത് ജസ്റ്റിസ് ചെലമേശ്വറിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലെ 5 ജഡ്ജിമാരാണ്. ഡൽഹിയിൽ ഞെട്ടിക്കുന്ന ഒരു സംഗതിയായിരുന്നു. നമ്മുടെ സുപ്രീം കോടതിയുടെ ഇമേജിനെ ഏറ്റവും അധികം ബാധിച്ച ഒരു കാര്യമാണത്. അപ്പോൾ നമ്മുടെ നീതിപീഠം, നമ്മുടെ നീതി നിർവഹണം എന്നുള്ളത് പക്ഷപാതനിഷ്ഠമാണ് എന്ന് പല വഴിക്ക് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് എനിക്ക് ആ പ്രതീക്ഷയില്ല. എനിക്ക് ശേഷന് ശേഷം അത്രയും ആർജവത്തോടു കൂടി, അത്രയും തൻ്റെ ഇടത്തോടു കൂടി, അത്രയും നീതിബോധത്തോടു കൂടി സ്വതന്ത്രമായി പെരുമാറിയ ഒരു കമ്മീഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായിരുന്ന ആളുകൾ ഗവർണർമാരായും മറ്റു പല തരത്തിലും, ചിലർ MP-മാരാവുന്നു, ചിലർ രാജ്യസഭയിൽ നോമിനേഷൻ കിട്ടുന്നു, ചിലർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തെ ഒരു കോമാളി രൂപമാക്കുക എന്നേ അർത്ഥമുള്ളൂ. പിന്നെ BJPയുടെ പ്രതിനിധി ബഹുമാനപ്പെട്ട ശിവശങ്കർ എന്നെപ്പറ്റി പറഞ്ഞ കാര്യത്തിന് ഞാൻ ഒരു വാക്ക് മറുപടി പറയാം. ആയാറാം ഗയാറാം എന്ന് ഉള്ളത് മറന്നു പോകുന്ന ഒരാളല്ല ഞാൻ. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴൊക്കെ, താങ്കൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം,
കോൺഗ്രസിനെതിരായിട്ട് വിമർശിക്കണം എന്ന് തോന്നിയപ്പോഴൊക്കെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു കോൺഗ്രസ്സുകാരൻ്റെ മകനായി ജനിച്ചു വളർന്നിട്ടും മാതൃഭൂമി കോൺഗ്രസ് പത്രമായിരുന്നപ്പോൾ അതിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്തിട്ടും അന്നും ഇന്നും കോൺഗ്രസിൻ്റെ വിമർശകനാണ് ഞാൻ. അത് കോൺഗ്രസ്സുകാർക്കറിയാം. തീർച്ചയായിട്ടും മോദി 10 കൊല്ലം മുമ്പ് അധികാരത്തിൽ വന്ന സമയം തൊട്ട് എൻ്റെ പ്രധാന ആക്രമണ ലക്ഷ്യം എന്ന് പറയുന്നത് BJP ആണ്. കാരണം കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ ഭരണത്തിനെതിരായിട്ട് ഭരണത്തിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും കൊള്ളരുതായ്മ കാണുമ്പോൾ അത് പറയുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ എന്റെ ഉത്തരവാദിത്വം. കൊള്ളരുതായ്മക്ക് ന്യായീകരണമില്ല. ശരി മാഷെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മാഷ ആദ്യം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു വളരെ ആശ്ചര്യത്തോടെ എൻ്റെ പ്രധാനമന്ത്രി നുണ പറഞ്ഞു എന്ന്. അങ്ങനെ നമ്മൾ ആശ്ചര്യപ്പെടേണ്ട ഒരു വ്യക്തിയാണോ ഈ പ്രധാനമന്ത്രി? ഞാൻ ചോദിക്കുന്നത് അങ്ങയുടെ ഒരു സംശയം. ഇപ്പോൾ 2017 ഡിസംബർ മാസം 10-ാം തീയതി ഗുജറാത്തിലെ ഇലക്ഷൻ സമയമാണ്. ആ സമയത്ത് നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? ഒരു സീക്രട്ട് മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞത് അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അന്നും മൻമോഹൻ സിംഗിൻ്റെ തലയിലാണ് കയറുന്നത്. എന്താണ് പറയുന്നത്? ഈ പറയുന്ന മണിശങ്കർ അയ്യരുടെ വീട്ടിൽ മുൻ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മുൻ വൈസ് പ്രസിഡന്റ് ഹമീദ് അൻസാരി, മുൻ ആർമി ചീഫ് ദീപക് കപൂർ, ഇവരെല്ലാവരും ഒത്തുചേർന്നു. എന്തിനാണ്? മോദി ഇൻവോക്ഡ് എ സീക്രട്ട് മീറ്റിംഗ് ടു ഗെറ്റ് പാകിസ്ഥാൻ ടു ഫിക്സ് ഗുജറാത്ത് അസംബ്ലി പോൾസ്. ഇതാണ് അന്ന് ഈ പറഞ്ഞ 2017 ഡിസംബർ 10 ഇദ്ദേഹം പറഞ്ഞത്. ഗുജറാത്ത് തിരയുടെ പട്ടിമറിക്കാൻ പാകിസ്ഥാൻ ഇടപെടുന്നു. അതിൻ്റെ ഭാഗമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തുന്നു. ഒരു പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് RTI പ്രകാരം PMOയ്ക്ക് കൊടുത്തു ഇതിലെ നിജസ്ഥിതി. അപ്പോഴെന്താ മറുപടി എന്താ വന്നതെന്നറിയാമോ? ഇൻഫോർമൽ ഇൻപുട്ടായിരിക്കും അദ്ദേഹത്തിന് കിട്ടിയത്, ഞങ്ങൾക്കറിയില്ല എന്ന്. ഇങ്ങനെ പച്ച നുണ പറയുന്ന, അങ്ങനെ ട്രാക്ക് റെക്കോർഡ് ഉണ്ടായി എന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് ആവർത്തിച്ച് പറയാൻ കഴിയുന്ന ഒരു നരേന്ദ്രമോദി ഇപ്പോൾ ഈ പറയുന്ന രാജസ്ഥാനിൽ ആദ്യമായൊരു നുണ പറഞ്ഞു എന്ന രൂപത്തിൽ ആശ്ചര്യപ്പെടേണ്ടതുണ്ടോ ശ്രീ MN കാരശ്ശേരി? വേണു, അദ്ദേഹം ആദ്യമായി നുണ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഭാവിച്ചിട്ടില്ല, ഭാവിക്കുന്നുമില്ല. കാരണം ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി നുണ പറയുമ്പോൾ ആ രാഷ്ട്രം മുഴുവൻ നാണം കെട്ടു പോകുന്നുണ്ട് വേണു. അപ്പോൾ അത് ഓർമ്മിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള എൻ്റെ കടമയാണ്. അതേ വെറും ഒരു BJP നേതാവല്ല. BJP നേതാവ് നുണ പറഞ്ഞാലും എനിക്ക് നാണക്കേടുണ്ട്. കാരണം എൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ നമ്മുടെ ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗവർണർ, അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ്, അല്ലെങ്കിൽ ഒരു സ്പീക്കർ, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ഈ തരത്തിൽ പെരുമാറുമ്പോൾ നമ്മളതിൽ നാണം കെടുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. ഇത് സാധാരണമാണ്. പ്രധാനമന്ത്രിമാരൊക്കെ നുണ പറയുന്നവരാണ് എന്നെടുക്കാൻ എനിക്ക് വയ്യ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞതിന് മറ്റൊരു നുണയുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ടെന്ന്. അതാണെന്ന് വേണുഗോപാൽ പറഞ്ഞത്. ഞങ്ങൾ ഈ പത്രിക മുഴുവൻ എടുത്ത് പ്രധാനമന്ത്രിക്ക് അയക്കുകയാണ്. ഈ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും മറ്റ് നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാമെന്ന്. ശ്രീ PR ശിവശങ്കർ, ഈ ഒവൈസി നിങ്ങളുടെ ഒരു കോടാലിക്കൈയാണെങ്കിലും ഈ സംഭവത്തിൽ ഒവൈസിയുടെ നല്ലൊരു മറുപടിയുണ്ട്. 2002 മുതൽ മോദി ഗ്യാരണ്ടി എന്നത് മുസ്ലിങ്ങളെ ആക്ഷേപിച്ച് വോട്ട് പിടിക്കുന്ന ഒന്നാണ്. പിന്നെ ഈ മൻമോഹൻ സിംഗിനെ നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ, ഈ വിഭവത്തിൻ്റെ പരമാധികാരം പ്രാഥമികമായ അവകാശി ആരാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിനെ പറ്റി. നിങ്ങളുടെ കാലത്ത് വിഭവങ്ങളുടെ പൂർണ്ണമായ അവകാശം ആർക്കാണ് എന്ന് ഈ ഒവൈസിയുടെ വാചകങ്ങളിലുണ്ട്. രാജ്യത്തിൻ്റെ സമ്പത്തിനെക്കുറിച്ച് ആലോചിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. മോദിയുടെ ഭരണത്തിൽ ആ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ അദ്ദേഹത്തിൻ്റെ സമ്പന്ന സുഹൃത്തുക്കളാണ്. രാജ്യത്തെ സമ്പത്തിൻ്റെ 40%-വും 1% ഇന്ത്യക്കാരുടെ കൈവശമാണ്. ഇനി കേരളത്തിനുമുണ്ട് അനുഭവം. ശിവശങ്കർ, അദാനിയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിഴിഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ അതാണല്ലോ ലത്തീൻ സഭ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദാനിക്കെതിരെ സമരം നടത്തിയെന്ന ഒറ്റ കാരണത്താൽ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ ആർക്കാണ് നിങ്ങളുടെ കാലത്ത് ഈ പറയുന്ന വിഭവങ്ങളിലെല്ലാം പരമാധികാരം എന്നത് സുവ്യക്തമായിരിക്കുന്നു? ഒന്ന് വേണു, ഞാൻ വേണുവിന് മറുപടി പറഞ്ഞ് തുടങ്ങാം. അദാനി ശതകോടീശ്വരൻ മൾട്ടി ബില്യണർ ആയത് BJPയുടെ കാലത്തിലല്ല. 2010 മുതൽ അദ്ദേഹത്തിനെ ഇവിടുത്തെ മൾട്ടി ബില്യണർ ആയിക്കൊണ്ട് ഇല്ല, അസത്യം പ്രധാനമന്ത്രി മാത്രം പറഞ്ഞാൽ മതി. ശിവശങ്കർ പറയണ്ട. 2014 മോദി വന്നതിന് ശേഷം 900 മടങ്ങ് അദ്ദേഹത്തിന്റെ ലാഭവിഹിതം വർദ്ധിച്ചു എന്നടക്കമുള്ള കണക്കുകൾ പുറത്തുണ്ട്. വേണു, ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ. ശരി. അതിനു മുൻപ് അദ്ദേഹം പിച്ചക്കാരനായിരുന്നു. 2014 അദ്ദേഹം പിച്ച എടുത്തുകൊണ്ട് 24ന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു.
24 മുമ്പ് അതിനു മുമ്പ് അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ മൻമോഹൻ സിംഗ് സർക്കാർ എത്ര ഓർഡർ ഞാൻ തരാം. അദ്ദേഹത്തിന് FCIയുടെ ഗോഡൌൺ രാജസ്ഥാനിലെ ഏറ്റവും വലിയ ഗോഡൌൺ നിർമ്മിച്ചു കൊടുക്കാൻ കൊടുത്തില്ല. എന്നാൽ അതിന് മുമ്പത്തെ കഥ എനിക്കും പറയേണ്ടി വരുമേ. ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പറഞ്ഞു. അല്ല, നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ദേശീയ തലത്തിൽ വ്യവസായികളുടെ സംഘടനയുണ്ടല്ലോ, അതിന് പാരലായ ഒരു സംഘടന, ഇതിനെ വെല്ലുവിളിക്കുന്ന ഒരു പാരലൽ സംഘടന പറഞ്ഞ അദാനിയെ കൂടി ഇരുത്തിയതാ. അങ്ങ് പോകാണ്ടിരിക്കുക നല്ലത്. അദാനിയുടെ വിഷയമൊക്കെ നമുക്ക് അത് വേറെ ദിവസം ചർച്ച ചെയ്യാം. 2, ഹമീദ് അൻസാരി ഒരു ഇറാനിയൻ സ്പൈ ആണെന്ന് പറഞ്ഞുകൊണ്ട് സൂദ് ഒരു റോയിൻ്റെ ചീഫ് പറഞ്ഞ പത്രസമ്മേളനം അങ്ങനെ ഓർമ്മയില്ലേ? അത് നടത്തി ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഹമീദ് അൻസാരി ആരായിരുന്നു? പിന്നെ ഹമീദ് അൻസാരി പാകിസ്ഥാനിൽ നിന്നുള്ള സ്പൈ സുഹൃത്ത് നസ്രത്ത് മിശ്ര ആയിട്ട് വേദി പങ്കിട്ടതിൻ്റെ ഫോട്ടോ താങ്കളുടെ ജേർണലിസ്റ്റായ താങ്കളുടെ പക്കൽ ഇല്ലെന്നായോ? അപ്പോൾ ഹമീദ് അൻസാരിയൊക്കെ അങ്ങോട്ട് ഉയർത്തി കാണിക്കുമ്പോൾ ഇതും ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നു, മറ്റുള്ള ഉത്തരവാദിത്വം. ഏതായാലും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടന്നത്, അല്ലെങ്കിൽ മൻമോഹൻ സിംഗും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം പറഞ്ഞത് എന്ന് ലിജു പറഞ്ഞപ്പോൾ താങ്കൾ ഒന്നും എതിർത്തു പറഞ്ഞില്ലെങ്കിലും ഇടപെട്ടില്ലെങ്കിലും അതിനുശേഷം 3 പ്രാവശ്യം താങ്കൾ പറഞ്ഞല്ലോ, ദ മൈനോറിറ്റി പർട്ടിക്കുലർലി ദ മുസ്ലിം മൈനോറിറ്റി ഹാവ് ദ ഫസ്റ്റ് ക്ലെയിം ഓൺ അവർ നേഷൻ റിസോഴ്സസ് എന്നുള്ളതിൻ്റെ മലയാളം താങ്കൾ പറഞ്ഞു. പക്ഷേ ലിജു പറഞ്ഞപ്പോൾ എതിർക്കില്ല, ഞാൻ പറഞ്ഞ എതിർക്കില്ല. അപ്പോൾ ഇത് ഒരു പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ നിർഭാഗ്യവശാൽ കാരശ്ശേരി മാഷ്ക്ക് അദ്ദേഹം തെറ്റാണെന്നുള്ളത് സംശയമില്ല. ഇതല്ല ശരി, ഒരു മതന്യൂനപക്ഷത്തിന് സ്വത്തിൻ്റെ പൂർണ്ണാവകാശം നടക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് വാ തുറക്കുകയില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് VPP മുസ്തഫയുടെ കാര്യം ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത് പിന്നെ അടുത്ത കാര്യത്തിൽ ഇത്തരത്തിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ വെൽത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് പ്രസംഗിച്ചത്? ഏപ്രിൽ 7-ാം തീയതി തെലുങ്കാനയിൽ വെച്ചിട്ട് ശ്രീ രാഹുൽ ഗാന്ധിയാണ് പ്രസംഗിച്ചത്. വി വിൽ റീഡിസ്ട്രിബ്യൂട്ട് വെൽത്ത് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗം കൂടെ കേൾപ്പിച്ചു തരാം. അപ്പോൾ നിരന്തരമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ പറക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? സബ്സിക്വൻ്റ്ലി വി വിൽ ടേക്ക് അപ്പ് ദ ഹിസ്റ്റോറിക് അസൈൻമെൻറ്റ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ വെൽത്ത് ഓഫ് ഇന്ത്യ, ജോബ് ആൻഡ് അതർ വെൽഫെയർ സ്കീം ടു ദീസ് സെക്ഷൻസ് ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് പിന്നെ എന്താ അർത്ഥം മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇത് രണ്ടും കോൺഗ്രസിന് പറയാം. പക്ഷേ നരേന്ദ്രമോദിക്ക് അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ വെൽത്ത് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. അടുത്തത് VPP മുസ്തഫ, അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം CPMൻ്റെ സെക്രട്ടറി ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ശബരിമലയിലേക്ക് SFIക്കാരും DYFIക്കാരും പെണ്ണുങ്ങളെ രച്ചു കയറി കഴിഞ്ഞാൽ ഒരൊറ്റ ആളും തടയാനുണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കുന്നുണ്ട്. CPMൻ്റെ നേതാവായിട്ട് ആ വീഡിയോ ഇല്ലേ? അപ്പോൾ അങ്ങനെയാണോ ശബരിമല നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? തൃശ്ശൂരിൻ്റെ കാര്യം എന്നറിയാം. പിന്നെ അയ്യപ്പൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥാനാർത്ഥി നമുക്കറിയാം തൃപ്പൂണിത്തുറയിലുണ്ടായിരുന്നു. പിന്നെ ഇവർ പറയുന്നത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. മണിപ്പൂർ വിഷയത്തിൽ CPMൻ്റെ തട്ടിപ്പ് എന്തായിരുന്നു? ഇതുവരെ പറഞ്ഞത് അതുപോലെ മതപരമായ ലഹള എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇറ്റ് ഈസ് ഓൺലി ആൻ എത്നിക് ഇഷ്യൂ എന്നല്ലേ നിങ്ങൾ എഴുതിയിരിക്കുന്നത്? അത് പല പ്രാവശ്യം, 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ആൻ എത്നിക് ഇഷ്യൂ എന്ന്. അപ്പോൾ മാനിഫെസ്റ്റോയിൽ മണിപ്പൂർ വിഷയം എത്നിക് ഇഷ്യൂ ആണെന്ന് പറയുകയും കേരളത്തിൽ വന്നിട്ട് സംസ്ഥാനത്തെ നേതാക്കൾ തൊട്ടിട്ട് മതപരമായ വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് VPP 2 മിനിറ്റ് കഷ്ടിയുള്ളൂ, വേഗം മറുപടി പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ എത്നിക് വയലൻസ് എന്ന രൂപത്തിലാണോ നിങ്ങൾ ഈ മണിപ്പൂരിനെ പറ്റി മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എന്ത് നുണയും ഏത് തരത്തിലുള്ള വക്രീകരണവും നടത്താൻ ചരിത്ര കാര്യങ്ങളിൽ പോലും മടിയില്ലാത്തവരിൽ നിന്ന് ഇങ്ങനെയെല്ലാമല്ലേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ, ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ CPIMന്റെ നിലപാട് മണിപ്പൂർ കാര്യത്തിലൊക്കെ സുവ്യക്തമായിട്ട് നിൽക്കുകയല്ലേ. എങ്ങനെയാണ് വംശീയ വിഷയത്തെ വർഗീയ വിഷയമാക്കി മാറ്റിയത്? ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ വിശദീകരിച്ച് പോയിട്ടുള്ളത്. വെറും വംശീയ വിഷയമായിരുന്നുവെങ്കിൽ എന്തിനാണ് അവിടെ ക്രിസ്ത്യൻ ചർച്ചുകൾ തകർക്കപ്പെട്ടത്? അവിടെ എന്തിനാണ് ക്രിസ്ത്യാനികളുടെ സ്കൂളുകൾ തകർക്കപ്പെട്ടത്? അതുകൊണ്ട് വെറുതെ ഇങ്ങനെ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താ? പ്രധാനമന്ത്രി അദ്ദേഹം ഇരിക്കേണ്ട പദവിയെ മറികടന്നുകൊണ്ട് അങ്ങേയറ്റം ഭീഭത്സമായി പേടി തൊണ്ടനായി എന്നിട്ട് തനി വർഗീയ കാർഡിറക്കുകയല്ലേ. 10 വർഷത്തെ ഭരണത്തിന്റെ ഏതെങ്കിലും ഒരു നേട്ടം അത് പറയാനില്ലാതെ ഇവിടെ കേരളത്തിൽ സ്വാമി അയ്യപ്പോ എന്നല്ലേ വിളിച്ചത്? എന്നാണ് എഴുതിയേക്കുന്നത്? സ്വാമി അയ്യപ്പോ എന്ന് വിളിക്കുന്നത് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ എന്തിനാ?
അത് വിശ്വാസം ethnic കൊണ്ടാണോ? conflict in the അത് Manipur ഭക്തി കൊണ്ടാണോ? continues since ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ 2023 പ്രധാനമന്ത്രി വന്നിട്ട് എന്നാണ് സ്വാമി manifesto അയ്യപ്പോ എന്ന് അത് വിളിച്ചത് മാത്രം ഈ രണ്ടാമത് the Meitei Kuki ethnic മതചിഹ്നങ്ങളെ conflict വർഗീയമായിട്ട് has ഉപയോഗിക്കരുത്. danger of spreading അങ്ങനെയെല്ലാമുള്ള രണ്ടാമത്തെ ഏറ്റവും paragraph അബദ്ധസഞ്ചാരത്തിന്റെ നിങ്ങൾ പറയുന്നത് നീചമായ it is an മുഖമാണ് ethnic issue ബീഹാറിലെ എന്ന് പ്രസംഗത്തിലായാലും manifesto രാജസ്ഥാനിലെ പറയുകയും പ്രസംഗത്തിലായാലും കേരളത്തിൽ വന്നിട്ട് ആസാമിലെ വർഗീയമാണ്, പ്രസംഗത്തിലായാലും ഇത് മതപരമാണെന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് കേൾക്കേണ്ടി ഞങ്ങൾ വരുന്നത് വിശ്വസിക്കേണ്ടത്? അതെന്തൊരു ഏതാണ് ദുര്യോഗമാണ്. മുസ്തഫ ഞാൻ അങ്ങനെ ഒരു വിശ്വസിക്കേണ്ടത്? അവസ്ഥയിലേക്ക് നിങ്ങളുടെ ഇന്ത്യയുടെ manifesto ശരി വലിയ ശരി രണ്ടുപേരും ഒരേ സമയം ആഗോള സംസാരിക്കുന്നതുകൊണ്ട് പറയുന്നത് ആർക്കും കേൾക്കാനും കഴിയുന്നില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു.